യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരുന്നത് ഒരു അമൂല്യ നിധിയാണ്. 11ാം നൂറ്റാണ്ടിൽ നാടുവാഴികളായിരുന്ന ചോള രാജവംശത്തിൻ്റെ ഒരു തിരുശേഷിപ്പ്. 18ാം നൂറ്റാണ്ടിലെ കോളനി അധിനിവേശ കാലത്ത് നെതർലാൻഡ്സിലേക്ക് കടത്തിക്കൊണ്ടുപോയ ഈ അമൂല്യ ചരിത്രശേഷിപ്പാണ് ഇപ്പോൾ വീണ്ടുകിട്ടിയിരിക്കുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ഈ ചെമ്പോലകൾ ചോള സാമ്രാജ്യത്തിൻ്റെ ഭരണരീതികളും സാംസ്കാരിക പൈതൃകവും വ്യക്തമാക്കുന്നവയാണ്. 14 വർഷമായി തുടർന്ന നിരന്തര നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് രാജ്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത അമൂല്യമായ സാംസ്കാരിക പൈതൃക ശേഷിപ്പ് തിരികെ ലഭിച്ചത്. ഹേഗിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും പങ്കെടുത്ത ഉഭയകക്ഷി ചർച്ചയ്ക്കിടെയാണ് ഈ ചരിത്ര നിമിഷം അരങ്ങേറിയത്. ലോക ചരിത്രത്തിൽ തന്നെ ഏകദേശം 1500 വർഷത്തോളം ഭരണം നടത്തിയ ചോള രാജവംശം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ചരിത്രത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ സാമ്രാജ്യത്വ ശക്തിയാണ്. ഭാരത ചരിത്രത്തിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര നാവികസേന കെട്ടിപ്പടുക്കുകയും പട നയിക്കുകയും ചെയ്ത രാജവംശമാണ് ചോളന്മാർ. ബംഗാൾ ഉൾക്കടലിനെ ചോളന്മാരുടെ തടാകം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അത്ഭുതപ്പെടുത്തുന്ന വാസ്തുവിദ്യയും കലയും സാഹിത്യവും ചോളന്മാർ സംഭാവന ചെയ്തു. സൈനിക ശക്തിയിൽ മാത്രമല്ല, ഭരണം, കല, സംസ്കാരം, ജനക്ഷേമം എന്നിവയിലെല്ലാം ഒരേപോലെ തിളങ്ങി നിന്ന പ്രഗത്ഭരായ ഭരണാധികാരികളായിരുന്നതിനാലാണ് ചോളന്മാർ ആദരിക്കപ്പെടുന്നത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട വലുതും ചെറുതുമായ 2 ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഇപ്പോൾ കൈമാറിയ ചെമ്പോലകൾ. ചോള ചക്രവർത്തി രാജരാജ ചോളൻ ഒന്നാമൻ AD 1006-ൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ 21ാമത് വർഷം നാഗപട്ടണത്തെ ബുദ്ധവിഹാരത്തിന് ഭൂമി ദാനം ചെയ്തതിൻ്റെ രേഖകളായിരുന്നു ആദ്യത്തേത്. വാക്കാലുള്ള ഉത്തരവ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഈ വിവരങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതിനായി AD 11ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 21 ചെമ്പോലകളിലായി കൊത്തിവെക്കുകയായിരുന്നു. ചെറിയ ചെമ്പോല AD 1090-ൽ ചോള രാജാവായിരുന്ന കുലോത്തുംഗ ചോളൻ ഒന്നാമൻ്റെ ഭരണത്തിൻ്റെ 20ാം വർഷത്തിൽ എഴുതപ്പെട്ടതാണ്. മുൻപ് നൽകിയ രാജകീയ ഭൂദാനത്തെയും അതിൽ നിന്നുള്ള നികുതി ഇളവുകളെയും വീണ്ടും സ്ഥിരീകരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവാണിത്. അനേകമംഗലം എന്ന ഗ്രാമത്തിലെ 450 ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിന്നുള്ള മുഴുവൻ നികുതി വരുമാനവും വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണിത്. ഹൈന്ദവ വിശ്വാസികളായിരുന്നിട്ടും ചോള രാജാക്കന്മാർ മറ്റു മതങ്ങളോട് കാണിച്ച സഹിഷ്ണുതയ്ക്ക് ഉദാഹരണമാണിത്. ഇന്നത്തെ ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പുരാതന ശ്രീവിജയ സാമ്രാജ്യത്തിലെ ശൈലേന്ദ്ര വംശജനായ ശ്രീമാര വിജയോത്തുംഗവർമ്മൻ എന്ന രാജാവാണ് നാഗപട്ടണത്ത് തൻ്റെ പിതാവ് ചൂടാമണി വർമ്മൻ്റെ ഓർമ്മയ്ക്കായി ചൂടാമണി വിഹാരം എന്ന പേരിൽ ബുദ്ധവിഹാരം നിർമ്മിച്ചത്. ചോള സാമ്രാജ്യവും ശ്രീവിജയ സാമ്രാജ്യവും തമ്മിൽ വളരെ അടുത്ത സുഹൃത്ത് ബന്ധവും വ്യാപാര കരാറുകളും ഉണ്ടായിരുന്നു. വിദേശ വ്യാപാരികൾക്ക് ഭാരതത്തിൽ സുരക്ഷിതമായി താമസിക്കാനും ആരാധന നടത്താനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് നാഗപട്ടണത്ത് ബുദ്ധവിഹാരം പണിയാൻ അനുമതി നൽകിയത്. ഭാരതത്തിൽ നിന്ന് ചോളന്മാർ തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആഭരണങ്ങൾ, ആനക്കൊമ്പ് എന്നിവ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും ചൈനയിലേക്കും കയറ്റി അയച്ചിരുന്നു. പകരം ചൈനീസ് പട്ടുതുണികളും കർപ്പൂരവും അറബിക് കുതിരകളും ഇറക്കുമതി ചെയ്തു. ചോളന്മാർക്ക് ബംഗാൾ ഉൾക്കടലിൽ പൂർണ്ണാധിപത്യമുള്ള ഒരു ശക്തമായ നാവികസേന ഉണ്ടായിരുന്നു. കടൽ കൊള്ളക്കാരിൽ നിന്ന് വ്യാപാരികളുടെ കപ്പലിനെ സംരക്ഷിക്കാൻ ചോള നാവികസേന നിരന്തരം പട്രോളിംഗ് നടത്തിയിരുന്നു. ചെമ്പോലകൾ എഴുതപ്പെട്ട കാലത്ത് ഇരു രാജവംശങ്ങളും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് വ്യാപാര മേധാവിത്വത്തെ ചൊല്ലി യുദ്ധമുണ്ടായി. മലാക്ക കടലിടുക്കിലൂടെയുള്ള ചൈനീസ് വ്യാപാര റൂട്ട് ശ്രീവിജയ രാജാക്കന്മാർ തടസ്സപ്പെടുത്തിയപ്പോൾ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ തൻ്റെ കപ്പൽപ്പടയെ അയച്ച് ശ്രീവിജയ സാമ്രാജ്യത്തെ ആക്രമിക്കുകയും മലയൻ ദ്വീപസമൂഹങ്ങൾ കീഴടക്കുകയും ചെയ്തു. എങ്കിലും ചൂടാമണി വിഹാരത്തിനുള്ള ഭൂദാനം യുദ്ധകാലത്തും ചോളന്മാർ റദ്ദാക്കിയില്ല എന്നതിന് തെളിവാണ് പിന്നീട് വന്ന ചെറിയ ചെമ്പോലകൾ. ആകെ 24 ചെമ്പോലകൾ അടങ്ങുന്ന ഈ ചരിത്രരേഖകളിൽ ചോള രാജവംശത്തിൻ്റെ വംശാവലിയും നേട്ടങ്ങളും വിവരിക്കുന്ന ഭാഗങ്ങൾ സംസ്കൃത ഭാഷയിലും ഭൂദാനത്തിൻ്റെ കൃത്യമായ അതിരുകളും നികുതി നിയമങ്ങളും വിവരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ തമിഴ് ഭാഷയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 ചെമ്പോലകളുടെയും
അവയെ കോർത്തു നിർത്തുന്ന വലിയ രാജമുദ്രയുള്ള വെങ്കല വളയത്തിൻ്റെയും ആകെ തൂക്കം ഏകദേശം 30 കിലോയാണ്. ഈ ചെമ്പോലയുടെ ആദ്യ ഭാഗങ്ങൾ സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനായി ഉപയോഗിച്ച ലിപിയാണ് ഗ്രന്ഥലിപി. ചോള രാജാക്കന്മാരുടെ വംശാവലി, അവരുടെ പുരാണ പശ്ചാത്തലം, യുദ്ധവിജയങ്ങൾ എന്നിവ വർണ്ണിക്കാനാണ് സംസ്കൃതവും ഗ്രന്ഥലിപിയും ഉപയോഗിച്ചത്. രാജമുദ്രയ്ക്ക് ചുറ്റുമുള്ള വട്ടെഴുത്തിലും ഗ്രന്ഥലിപി കാണാം. വലിയ ചെമ്പോലകളിൽ 16 തമിഴ് ഭാഷയിലും തമിഴ് ലിപിയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഭൂമി ദാനം നൽകിയതിൻ്റെ അതിരുകൾ, അതിന് സാക്ഷ്യം നിന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ, നികുതി വ്യവസ്ഥകൾ തുടങ്ങിയ ഭരണപരമായ കാര്യങ്ങളെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തമിഴ് ലിപിയിലാണ് രേഖപ്പെടുത്തിയത്. ചെമ്പോലയിലെ മുദ്രയിൽ ചോളന്മാരുടെ വിജയങ്ങളെയും രാഷ്ട്രീയ സ്വാധീനത്തെയും വ്യക്തമാക്കുന്ന നിരവധി പ്രതീകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ചോള രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന പുലിയാണ് മുദ്രയുടെ മധ്യഭാഗത്തുള്ളത്. പുലിക്ക് അഭിമുഖമായി 2 മത്സ്യങ്ങളുടെ ചിത്രമുണ്ട്. ഇത് പാണ്ഡ്യ രാജവംശത്തെ ചോളന്മാർ കീഴടക്കിയതിനെ സൂചിപ്പിക്കുന്നു. മത്സ്യം പാണ്ഡ്യന്മാരുടെ ചിഹ്നമായിരുന്നു. പുലിക്കും മത്സ്യങ്ങൾക്കും താഴെയായി ഒരു വില്ല് കാണാം. ഇത് ചേര രാജവംശത്തിന്മേൽ ചോളന്മാർ നേടിയ ആധിപത്യത്തെ പ്രതിനിധീകരിക്കുന്നു. ചാലൂക്യന്മാരുടെ ചിഹ്നമായ വരാഹത്തെയും മുദ്രയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ മൃഗരൂപങ്ങൾക്ക് മുകളിലായി ഒരു രാജകീയ കുടയും ഇരുവശങ്ങളിലുമായി 2 വെഞ്ചാമരങ്ങളും കാണാം. ഇത് ചക്രവർത്തിയുടെ പരമാധികാരത്തെ കാണിക്കുന്നു. പവിത്രതയുടെ പ്രതീകമായി ഇരുവശത്തും 2 വിളക്കുകളും താഴെ ഭാഗത്തായി സ്വസ്തിക് ചിഹ്നവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചേര, ചോള, പാണ്ഡ്യ മണ്ഡലങ്ങളിലും ദക്ഷിണേന്ത്യയിലും തങ്ങളുടെ ആധിപത്യത്തിൻ്റെ വിളംബരമാണ് ഈ ഒരൊറ്റ മുദ്രയിലൂടെ ചോള രാജാക്കന്മാർ പ്രകടിപ്പിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലും ഭാരതത്തിലുമായി ഉണ്ടായിരുന്ന ഡച്ച് ക്രിസ്ത്യൻ മിഷണറിയുടെ ഭാഗമായിരുന്ന ഫ്ലോറൻഷ്യസ് ക്യാമ്പർ എന്ന വൈദികനാണ് ഈ ചെമ്പോലകൾ കടത്തിയത്. അദ്ദേഹം ഇത് ആരുടെ അനുമതിയോടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കൈക്കലാക്കിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ചരിത്രരേഖകൾ ഡച്ച് ലൈബ്രറിയിൽ ഇല്ല. എന്നാൽ അന്നത്തെ യഥാർത്ഥ ഉടമകളുടെ അനുമതിയില്ലാതെയാണ് ഇത് കൊണ്ടുപോയതെന്ന് യുനെസ്കോ വിലയിരുത്തിയിട്ടുണ്ട്. ഫ്ലോറൻഷ്യസ് ക്യാമ്പർ നെതർലാൻഡിലേക്ക് മടങ്ങിയപ്പോൾ ഈ ചെമ്പോലകളും കൂടെ കൊണ്ടുപോവുകയും വർഷങ്ങളോളം ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തായി സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് 1862 ഹെൻറിക് ആരൻ ഹാമേക്കർ എന്ന പ്രൊഫസറുടെ അനന്തരാവകാശികൾ ഈ വിലപ്പെട്ട ചരിത്രരേഖകൾ നെതർലാൻഡ്സിലെ പ്രശസ്തമായ ലൈഡൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് ദാനം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 300-ലധികം വർഷങ്ങളായി ഈ അപൂർവ ശേഖരങ്ങൾ നെതർലാൻഡ്സിലെ വിവിധ സുരക്ഷിത അറകളിലാണ് സൂക്ഷിച്ചിരുന്നത്. യൂറോപ്പിലെ ചരിത്രകാരന്മാരും ഗവേഷകരും ചോള സാമ്രാജ്യത്തിൻ്റെ കടൽ കടന്നുള്ള വ്യാപാര ബന്ധങ്ങളെയും പൈതൃകത്തെയും കുറിച്ച് പഠിക്കാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ചെമ്പോലകളെ ആയിരുന്നു. ഭാരതവും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള പുരാതന സമുദ്ര വ്യാപാര ബന്ധങ്ങളുടെ ജീവിക്കുന്ന തെളിവ് എന്ന നിലയിൽ ഇതിൻ്റെ ചരിത്രമൂല്യം അളക്കാവുന്നതിലും അപ്പുറമാണ്. കൊളോണിയൽ കാലത്ത് ഭാരതത്തിൽ നിന്ന് അനുമതിയില്ലാതെ കടത്തിക്കൊണ്ടുപോയ പൈതൃക വസ്തുക്കൾ തിരികെ വേണമെന്ന നയത്തിൻ്റെ ഭാഗമായി ചോള സാമ്രാജ്യത്തിൻ്റെ ചരിത്രരേഖകൾ തിരികെ ലഭിക്കുന്നതിനായി 2012 മുതൽ തന്നെ ഭാരത സർക്കാർ നെതർലാൻഡ്സ് സർക്കാരുമായി ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു. നമ്മുടെ ശ്രമങ്ങൾക്ക് നിർണായകമായ വേഗത ലഭിച്ചത് 2023 ഒക്ടോബറിലാണ്. യുനെസ്കോയിലെ ഭാരതത്തിൻ്റെ സ്ഥിരം പ്രതിനിധി പൈതൃക വസ്തുക്കൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ എത്തിക്കുന്നതിനായുള്ള യുനെസ്കോയുടെ പ്രത്യേക അന്താരാഷ്ട്ര സമിതിയുടെ 24-ാം സമ്മേളനത്തിൻ്റെ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തി. ഈ സമിതിയിൽ ഈ ചെമ്പോലകളുടെ യഥാർത്ഥ അവകാശി ഭാരതമാണെന്ന് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകളും ചരിത്രരേഖകളും രാജ്യം വിജയകരമായി അവതരിപ്പിച്ചു. കൊളോണിയൽ കാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അപഹരിച്ച പുരാവസ്തുക്കൾ നിബന്ധനയില്ലാതെ തിരികെ നൽകാൻ 2022 നെതർലാൻഡ് സർക്കാർ പുതിയ നയം രൂപീകരിച്ചപ്പോൾ ഈ അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ഭാരതം നീക്കം ആരംഭിച്ചു. ഡച്ച് അധികൃതരുമായും ചെമ്പോലകൾ സൂക്ഷിച്ചിരുന്ന ലൈഡൻ യൂണിവേഴ്സിറ്റിയുമായും ഉഭയകക്ഷി ചർച്ചകൾ ശക്തമാക്കി. നമ്മുടെ വാദങ്ങൾ ശരിവെച്ച യുനെസ്കോ സമിതി ചെമ്പോലകൾ ഭാരതത്തിന് കൈമാറാൻ നെതർലാൻഡ്സിനോട് ഔദ്യോഗികമായി നിർദ്ദേശിച്ചു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും നടത്തിയ നിരന്തരമായ ഫോളോ അപ്പുകളുടെ ഫലമായി ഡച്ച് സർക്കാർ ചെമ്പോലകൾ ഭാരതത്തിന് മടക്കി നൽകാൻ പൂർണ്ണ സമ്മതം അറിയിക്കുകയായിരുന്നു. ഭാരതത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ സാംസ്കാരിക പൈതൃകങ്ങൾ ഓരോന്നായി തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നിരന്തരമായ ശ്രമങ്ങൾക്കുള്ള വലിയ അംഗീകാരമാണ് ഈ കൈമാറ്റമെന്ന്
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിൻ്റെ ചരിത്രപരമായ അവകാശവാദത്തെ മാനിക്കുകയും യുനെസ്കോ സമിതിയുടെ നിർദ്ദേശം പൂർണ്ണ മനസ്സോടെ നടപ്പിലാക്കുകയും ചെയ്ത ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും നെതർലാൻഡ്സ് സർക്കാരിനും പ്രധാനമന്ത്രി മോദി നന്ദി പറഞ്ഞു. ചോള സാമ്രാജ്യത്തിൻ്റെ ഭരണമികവും തമിഴ് സംസ്കാരത്തിൻ്റെ ആഗോള സ്വാധീനവും ഈ ചെമ്പോലകളിലൂടെ ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കൊളോണിയൽ കാലത്ത് നഷ്ടപ്പെട്ട പുരാവസ്തുക്കൾ തിരികെ നൽകാനുള്ള നെതർലാൻഡ്സിൻ്റെ ഈ നയം മറ്റു രാജ്യങ്ങൾക്കും മാതൃകയാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. തിരികെ ലഭിച്ച ചെമ്പോലകൾ ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലായിരിക്കും സൂക്ഷിക്കുക. ഡൽഹിയിലെ തിലക് മാർഗിലുള്ള ആസ്ഥാന മന്ദിരത്തിലെ അതീവ സുരക്ഷിതമായ പ്രത്യേക അറകളിലായിരിക്കും ചെമ്പോലകൾ സൂക്ഷിക്കുക. പൊതുജനങ്ങൾക്കായി ഇത് എവിടെ എപ്പോൾ പ്രദർശിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ ഒരു പ്രത്യേക താൽക്കാലിക പ്രദർശനം സംഘടിപ്പിച്ചേക്കും. ഈ ചെമ്പോലകൾ തമിഴ്നാട്ടിലെ നാഗപട്ടണത്തെയും ചോള സാമ്രാജ്യത്തെയും സംബന്ധിച്ചുള്ളതായതുകൊണ്ട് ഇവ തമിഴ്നാട്ടിലെ ചെന്നൈ ഗവൺമെൻറ് മ്യൂസിയത്തിലോ തഞ്ചാവൂർ കൊട്ടാരം മ്യൂസിയത്തിലേക്കോ സ്ഥിരമായി മാറ്റണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. മുൻപ് തിരികെ ലഭിച്ച 36ഓളം ചോള പുരാവസ്തുക്കൾ കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരിന് കൈമാറിയിരുന്നു. ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈ ചെമ്പോലകളുടെ ഡിജിറ്റൽ പതിപ്പുകൾ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ഗവേഷകർക്കായി ലഭ്യമാക്കും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി നമ്മുടെ രാജ്യത്തും പൊതുജനങ്ങൾക്ക് ഉടൻ തന്നെ ഇത് കാണാൻ സാധിക്കും.